മൈതാനത്തിന്റെ അതിരുകൾക്കപ്പുറം പതിനായിരങ്ങളുടെ ഗർജനങ്ങൾ ഇരമ്പിയാർത്തപ്പോഴൊക്കെ ശാന്തനായി എന്നാൽ കൃത്യമായ ലക്ഷ്യബോധത്തോടെയായിരുന്നു അയാൾ ആ പച്ചപ്പുല്ലിലേക്ക് നടന്നിറങ്ങിയിരുന്നത്. എതിരാളികളുടെ ബോക്സിലേക്ക് പന്തുരുണ്ട് വന്നപ്പോഴെല്ലാം അയാൾ വെറുമൊരു സ്ട്രൈക്കർ ആയിരുന്നില്ല, മറിച്ച് ഇരയെ ലക്ഷ്യമിട്ട് പാഞ്ഞെടുക്കുന്ന ഒരു വേട്ടമൃഗത്തെ പോലെയായിരുന്നു എർലിംഗ് ബ്രൂട്ട് ഹാലണ്ട്. പ്രതിരോധ കോട്ടകൾ എത്ര ശക്തമായാലും തന്റെ അമാനുഷിക കരുത്തുകൊണ്ട് അവയെല്ലാം തച്ചുടയ്ക്കാമെന്ന് ഈ നോർവീജിയൻ സിംഹം ബ്രസീലിനെതിരായ മത്സരത്തിലും തെളിയിക്കുകയായിരുന്നു. കാൽപന്തിന്റെ ചരിത്ര പുസ്തകത്തിലേക്ക് നോർവേ എന്ന കൊച്ചു രാജ്യത്തിന്റെ പേര് സ്വന്തം ചോരയും നീരും കൊണ്ട് ഹാലണ്ട് എഴുതി ചേർത്തു. ലോക ഫുട്ബോളിലെ ഏറ്റവും മികച്ച പ്രതിരോധ നിരകളെ പോലും ഹാലണ്ട് തന്റെ തനത് ശൈലിയിൽ തകിടം മറിക്കുകയായിരുന്നു. കാവൽക്കാരെ വെറും കാഴ്ചക്കാരാക്കി നിർത്തിക്കൊണ്ട് ആ ബൂട്ടുകൾ ലക്ഷ്യത്തിലേക്ക് ഗോളമ്പുകൾ പായിച്ചുകൊണ്ടേയിരുന്നു. വിങ്ങുകളിൽ നിന്ന് പാറി വരുന്ന ക്രോസുകളെ വായുവിൽ ഉയർന്നു പൊങ്ങി ഒരു പവർഫുൾ ഹെഡറിലൂടെ മികച്ച ഗോൾ കീപ്പർമാരെ പോലും കാഴ്ചക്കാരാക്കി വലയിലെത്തിക്കാൻ പ്രത്യേക വൈഭവമായിരുന്നു അയാൾ കാണിച്ചത്. ബോക്സിന് വെളിയിൽ നിന്ന് തൊടുക്കുന്ന ബുള്ളറ്റ് ഷോട്ടുകളാൽ പ്രതിരോധത്തിന്റെ മതിലുകളെല്ലാം ഭേദിച്ച് ഗോൾ കീപ്പറുടെ കൈകളെ നിഷ്പ്രഭമാക്കി ആ പന്ത് വലയിൽ ചുംബിക്കുന്ന കാഴ്ചകൾ ഫുട്ബോൾ ലോകം അത്ഭുതത്തോടെയാണ് കണ്ടുനിന്നത്. മെസ്സിയുടെ തന്ത്രപരമായ നീക്കങ്ങൾക്കും എംബാപ്പയുടെ വേഗതയ്ക്കും മുന്നിൽ ഒട്ടും പതറാതെ ഗോൾ വേട്ടയിൽ തൊട്ടു പിന്നാലെ നിൽക്കുന്ന ഹാലണ്ട് ഫുട്ബോൾ ലോകത്തോട് വിളിച്ചു പറഞ്ഞത് ഒന്നു മാത്രമായിരുന്നു: ഇത് വെറുമൊരു തുടക്കം മാത്രമാണെന്ന്. ആ ബൂട്ടുകളിൽ നിന്ന് പിറവിയെടുത്ത ഓരോ ഗോളും കാൽപന്തിന്റെ ചരിത്രത്താളുകളിൽ പുതിയ അധ്യായങ്ങളാണ് കൂട്ടിച്ചേർത്തത്. ഹാലണ്ട് തന്റെ ടീമിന് നൽകിയ ആത്മവിശ്വാസം ചെറുതല്ല. ലക്ഷ്യം ഇനി ലോകത്തിന്റെ നെറുകയിലെ ആ സുവർണ കിരീടം മാത്രമാണ്. ആ ലോക കിരീടത്തിനായി എന്തൊക്കെ തന്ത്രങ്ങളാണ് ഹാലണ്ടും സംഘവും മെനയുകയെന്ന് കണ്ടു തന്നെ അറിയാം.